ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തു, ട്രാവലർ. അപ്പോൾ വണ്ടി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വണ്ടിയുടെ ഡെലിവറി എടുത്ത സ്പോട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കേട്ടോ, വണ്ടി പുതിയതല്ല, സെക്കൻഡ് ഹാൻഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഇനി ബസ്സുകൾ അധികം ഓട്ടോ കിട്ടാറില്ല പൊതുവേ, പിന്നെ നമ്മൾ കുറേ ബസ്സുകളൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വിചാരിച്ചു ട്രാവലർ അങ്ങോട്ട് എടുത്തേക്കാം. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഹരിദിയാസ് അങ്ങനെ ഒരു ടീമിൻ്റെ വണ്ടിയാണ്. ഓണറിൻ്റെ പേര് ഗിരീഷ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ വണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതിനെക്കാട്ടി മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ കിടക്കാച്ച വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ചേസ് ആക്കും, അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ നമുക്ക് നേരെ വണ്ടി കാണാം. വണ്ടിയുടെ കളർ വൈറ്റാണ്. നമ്മളെന്തായാലും വണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഗ്രീന് ബ്ലാക്ക് ആ തീമിലായിട്ട് നമ്മൾ ഗ്രാഫിക്സ് അടിക്കണം കേട്ടോ. അപ്പോൾ വണ്ടി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വണ്ടി അവരുടെ ഐഡൻറ്റിറ്റിയിലാണ് കിടക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലൈറ്റ് വർക്ക്, സീന് സാധനം, പൊളി സാധനം പറഞ്ഞാൽ പോലെ പൊളി സാധനം. ഇങ്ങനത്തെയൊക്കെ ലൈറ്റ് വർക്ക് ഇതല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ കീയൊക്കെ എടുത്തു കേട്ടോ. ദേ ഡോറൊക്കെ തുറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊക്കി ഇതിൻ്റെ ബാക്കിലൂടെ സാധനങ്ങൾ നോക്ക് നിങ്ങൾ. ഇതൊന്നും അല്ല, എപ്പോഴാണ് കത്തുക. ടീജ ലൈറ്റാണ് കഴിച്ച് നമ്മുടെ വണ്ടിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇൻറ്റീരിയർ ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. വണ്ടിയുടെ സൗണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. റെഡി 1 2 3. അതെ, പിന്നെ അവരുടെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്കിലൊക്കെ നമ്മൾ വലിച്ചു കളയും. ഇതേ ഉണ്ടോ, ഫ്രണ്ടിലൊക്കെ അവരുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വലിച്ചു കളയണം കേട്ടോ. വണ്ടിയിൽ ലേശം അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഡെലിവറി എടുത്തുകൊണ്ട് ഇതായിരിക്കും പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടൊന്ന് ജസ്റ്റ് കയറാൻ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി അത് വേണ്ട, നമ്മൾ നേരെ ഗ്രാഫിക്സ് അടിക്കുന്ന സ്ഥലത്തോട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ബിക്കോസ് ഓഫ് തന്നെ നമ്മൾ ലേറ്റായി. അപ്പോൾ എന്തായാലും ഇനി ഗ്രാഫിക്സ് അടിക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ട് നമുക്ക് പിന്നെ വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിക്കണം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോകാട്ടോ. ഞാൻ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമുക്കിനി നേരെ അല്ലേ വേണ്ട കേസ്, ഫസ്റ്റ് ഒന്ന് വീട്ടിൽ കയറ്റാം. അല്ല ഒരു ചാനൽ ഞാൻ എന്തായാലും ഫസ്റ്റ് ഒന്ന് വീട്ടിൽ കയറ്റിയിട്ടൊന്ന് പോകട്ടെ. സമയം ലേറ്റായാലും ചെയ്യുന്നില്ല, നമ്മളറിയണം ടീം ചെയ്യണ്ടേ. പിന്നെ ഫസ്റ്റത്തെ റൈഡാട്ടോ കേസ് നമ്മുടെ പുതിയ വണ്ടിയിട്ട് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ട്രാവലറിൻ്റെ ഇരുമ്പ് എടുത്തിട്ടില്ല, ഓടിച്ചിട്ടില്ല. കണ്ടിട്ട് നേരിട്ട് ആദ്യമായിട്ടുണ്ട്, നേരിട്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ട് ആദ്യമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ടുള്ള വഴി അറിയാത്തവരൊക്കെ അതെ ഈ വഴി കൂടെ വന്നാൽ മതി. വണ്ടി എടുത്തിട്ട് റോഡിലോ ഇറങ്ങിയില്ല, ബാക്കി പെയ്ത് കഴിക്കണം. എനിക്കൊരാഗ്രഹം ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ ലേസ് ഫോൺ ഓൺ ചെയ്താണ്. എന്താ പറയണേ, മോനെ വിഷയം സാധനം കഴിച്ചു. വിഷയം പറഞ്ഞാലും വേറെ വിഷയം മഴ വേണ്ട, അത് തുറച്ച പിന്നെ വിഷയമാണ്. ഇപ്പോൾ വിഷയമല്ലേ, നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് ചളി പിടിക്കുന്നതായിട്ട് തോന്നുന്നത്. എന്തായാലും ഒരു വണ്ടി വരുമ്പോൾ ഗ്രാഫിക്സ് ഒക്കെ അടിക്കുമ്പോൾ വണ്ടി കഴുകിയിട്ട് തീർത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് കയറി പൊക്കോണ്ടിരിക്കുകയാണ്.
നമ്മളിത് പടച്ചു വെക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ വീട്ടിൽ പിന്നെ കുറച്ച് കാർസും ഉണ്ട്. പിന്നെ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ വണ്ടിയാണ്. ഒന്ന് ഞാൻ ഇപ്പോൾ ക്ലൂ തരാം. ടൊയോട്ടൻ്റെ വണ്ടിയാണ്. നിങ്ങൾ ഗസ് ചെയ്തോ. ഗൈസ് നോക്കി വീട് കയറിയില്ല. അപ്പളേ കറക്റ്റായിട്ട് മഴ പോയിട്ടോ. എന്തായാലും അടിപൊളി നല്ല കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഗൈസ് വന്നപ്പോൾ തന്നെ ഫുള്ള് ചളിയുണ്ട്. ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് അറിയാം. നമ്മൾ വണ്ടി വരുമ്പോൾ റിവേഴ്സ് എടുത്തിട്ട് വരുന്നുണ്ട് പെട്ടെന്ന്. ബിക്കോസ് ഇവിടെ വണ്ടി കയറത്തില്ല. കയറുക എന്നല്ല നിൽക്കും, ബട്ട് തിരിക്കാൻ കുറച്ച് പാടാം. തലറണ്ട് തിരിയുന്ന എൻ്റെ വിശ്വാസം. തിരിഞ്ഞ് നോക്കാം. അവിടെ എൻ്റെ മറ്റേ വണ്ടി കിടക്കുന്നുണ്ട്, ഫോർഡിൻ്റെ ഫിക്കോ. അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് കയറാൻ കുറച്ച് പാടാം. നമുക്ക് ഫിഗോ ആയ വെൽഫെയറിൻ്റെ അപ്പുറത്തുണ്ട് കുറച്ച് ആ ഭാഗം നമുക്ക് വിളിച്ചാലുണ്ടേ. ഇവിടെ ഇല്ല. ലുക്ക് ഉണ്ടല്ലേ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കിടക്കുമ്പോൾ. ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു വരാട്ടോ ഗൈസ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതേ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞു. നമ്മളിന്ന് നേരെ ഗ്രാഫിക്സ് അടിക്കുന്ന സ്ഥലത്തോട്ട് പോകാട്ടോ. നമ്മൾ ഇന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം നമുക്ക് ടൈമില്ല. കാരണം ഇപ്പോൾ തന്നെ ട്രിപ്പുകൾ ആൾക്കാർ ബുക്ക് ചെയ്യും. ബിക്കോസ് ഓഫ് ഈ വണ്ടികൾ എടുക്കുന്നതിന് മുമ്പേ കുറേ ട്രിപ്പൊക്കെ ഞാൻ അന്ന് ഒരു ചേസ് എടുക്കുന്ന സമയത്തുണ്ടായിരുന്നു. കുറേ ഞാൻ ചേസ് ബുക്ക് ചെയ്തുള്ളൂ. അപ്പോഴേക്ക് കുറേ ആൾക്കാർ ട്രിപ്പ് എടുത്തതേ. ഇതാണ് എനിക്ക് അതിശയം. വണ്ടി ചേസ് എടുത്തിട്ട് പോലും ഇല്ല, ബുക്ക് ചെയ്ത പാടെ ആൾക്കാർ ബുക്കിയാണ് ട്രിപ്പ്. എന്തായാലും ഇത് നമുക്ക് ഓട്ടോ എന്തായാലും വിളിക്കും. ഇപ്പോൾ വണ്ടി എടുത്തുനിന്ന് ആരെങ്കിലും അറിഞ്ഞാൽ മതി, എന്തായാലും ട്രിപ്പിന് വിളിക്കും. ബിക്കോസ് ഓഫ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം നിങ്ങൾ കണ്ടില്ലേ, വലിയ സൗണ്ട് സിസ്റ്റമാണ്. നമുക്ക് വേണമെങ്കിൽ വേലക്കൊക്കെ പോകാം. അമ്മമാർ ലേസറാണ് നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ളത്. ഇവിടെ അടുത്ത് തന്നെ ഇടുന്നവിടെ മറ്റേ ഈ ഇത് എടുക്കുന്നത് നമ്മൾ ഗ്രാഫിക്സ് പഠിക്കാൻ വേണ്ടി കൊടുക്കണം. അവിടെ എത്തുമ്പോൾ നല്ല ചളിയും അവരെന്തായാലും വാഷ് ചെയ്യേണ്ടി വരും. ഇൻക്ലൂഡിങ് ആണ് നമ്മൾ വാഷിങ്. അറിയില്ല, നമ്മൾ വേണമെങ്കിൽ കഴുകിയിട്ടുണ്ട്. ഇതിൽ കഴിച്ച് കഴുകാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. പടച്ചു വിടണം. ഇന്നോക്കാരെ വഴി കൊണ്ട് ചോദിക്കും. കേസ് കണ്ടത്താണ് നമ്മൾ ഡെലിവറി എടുത്ത സ്ഥലം. അവിടെ നിന്നാണ് ഡെലിവറി എടുത്തത്. ഇവിടെ നമ്മൾ ഇങ്ങനെ പോയാലാണ് കേട്ടോ അങ്ങോട്ട് എത്തുക. ഫ്രണ്ട് സർവീസ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ സമയമില്ല, ടൈമില്ല, ഒട്ടും ടൈമില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാന്നുള്ള കേട്ടോ. കാരണം അവിടെ വർക്കിന് കുറേ 2-3 ബസ്സുകളുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ഒരു ദിവസം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വേറെ എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയില്ല. വണ്ടി ഓടിക്കാൻ നല്ല രസം കിട്ടും. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. സ്പീഡിൽ പോകണം, നല്ല സ്പീഡിൽ പോകാം. ഓരോരിക്കലും ചായ കുടിക്കാനൊക്കെ നിർത്തണം. ദേ പറഞ്ഞു കയറുന്നില്ല. എനിക്ക് ചായക്കടയിൽ ചായ കുടിച്ചിട്ട് വല്ല പോകട്ടെ. അതേ ഗൈസ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. നേരെ സ്പോട്ടിലോട്ട് പൊക്കോട്ടിരിക്കട്ടോ. നമ്മൾ ചായ കുടിച്ചിട്ട് കുറച്ച് സമയമായി. ഞാൻ വീട് ഇറക്കടേ ഇവിടെ സ്ട്രെയിറ്റ് കുറച്ചൊക്കെ പറഞ്ഞു പോകും. ആ പിക്കപ്പിൻ്റെ ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താം. അവരങ്ങോട്ടാണെന്ന് തോന്നുന്നു. പിക്കപ്പിൻ്റെ ബാക്കൊക്കെ എത്തിച്ചു. സ്ഥലം എത്താറായി. വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചളിയിട്ടുണ്ട്. മോനെ അമ്മാതിരി ചളിയാണ് വണ്ടിയിൽ. എത്ര ബസ്? 1, 2 ഉള്ളിൽ വല്ല ബസ്സുണ്ട്. ഉള്ളിൽ 3 ബസ്സുണ്ട് കേട്ടോ. ചോദിച്ചൂരെ ഈ വണ്ടികൾ പണിക്ക് ഉള്ളതാണത് പണി കഴിഞ്ഞ വണ്ടികളാണ് അറിയില്ല. അടുത്തോട്ട് ചോദിച്ചു നോക്കാം. ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ
വണ്ടികൾ തിരക്കുണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞു. ഈ 2 വണ്ടികൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ചെയ്തുതരാൻ പറഞ്ഞു. വണ്ടി ഇതേ അങ്ങോട്ട് കയറ്റിയിടാനാട്ടോ പറഞ്ഞു. ഇതേ അങ്ങോട്ട് കയറ്റിയിടുന്ന പറഞ്ഞു. എവിടെ ഇട്ടാട്ടോ നമ്മുടെ വണ്ടി ഓഫാക്കിയില്ല. അപ്പോൾ ഇതുള്ള കൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.